ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ ഒരു എനർജി എന്താണ്, നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം, അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആരുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇപ്പം ഇന്ന് കാർഡിലൂടെ എനിക്ക് കാണിക്കുന്നത് നോക്കാം. നമുക്ക് ആരുടെ എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് റെസിനേറ്റ് ആവുക. നോക്കാം നമുക്ക് ഏത് എനർജിയാണ് ഇന്ന് കണക്റ്റ് ആവുന്നത്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, 5 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 8 of swords, king of swords, ace of wands, 6 of pentacles, 10 of cups. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് ഈ കാർഡ്. ഇത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം പ്ലാനിങ്ങോടെയും എല്ലാ കാര്യങ്ങളോടെയും നിങ്ങൾ ചെയ്തു. ആ കാര്യങ്ങൾ എല്ലാറ്റിനും നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ടായിരുന്നു, വ്യക്തമായി എന്താണ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾ വളരെയധികം പ്ലാനിങ്ങോടെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ്. ആകെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കഴിഞ്ഞു പോയതെല്ലാം, ഇത്രയും നാളും നമ്മൾ പണിയെടുത്തതെല്ലാം അത് വെറുതെ ആയിപ്പോയി എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് വിധി കൊണ്ടുവന്നതാണ് ഇത്. നിങ്ങൾ ഒറ്റയ്ക്കായി പോയ ഒരു കാര്യം. നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. നിങ്ങളെ കൂട്ടിനെ, നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ലൈഫാണ് നിങ്ങൾക്ക് വിധി കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്, അതാണ് ഇവിടുത്തെ ഒരു ഇത്. പക്ഷേ നിങ്ങളതിൽ വിഷമിച്ചിരിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ വിഷമം പുറത്ത് കാണിക്കാത്തതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമാണ് വിധി കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യം അറിയില്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരാരാണ്, നിങ്ങളുടെ ശത്രുക്കൾ ആരാണ്, നിങ്ങൾ ആരാ ഉപദ്രവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അതൊരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഒരുപാട് പേര് നിങ്ങളുടെ ശത്രുക്കളായിട്ട് ചുറ്റും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് പക്ഷേ അറിയുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാര്യം, നിങ്ങളുടെ ഒരു ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാര്യം എന്നുള്ള ഒരു കാർഡാണിത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ തുടക്കം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് അതിനോട് ചേർന്നിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാൻ കാര്യം. നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു നിങ്ങൾക്ക് നിലവിലുള്ള ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കാം. അതാണ് നിങ്ങളുടെ എല്ലാറ്റിനും കാരണമായിട്ട് കാണിക്കുന്നത്. ഇങ്ങനൊരു സംഭവമായിരുന്നു. നിങ്ങൾക്ക് പക്ഷേ ഒരു കാര്യം അറിയാം, ഒരുപാട് പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അതെങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അറിയുന്നില്ല. ജീവിതമായാലും തൊഴിലായാലും എന്ത് കാര്യമായാലും നിങ്ങൾക്കത് എങ്ങനെ അത് ഒത്തുചേർന്ന് കൊണ്ടുപോകണം. ഫാമിലി ആയിരിക്കാം, ബന്ധുക്കളായിരിക്കാം, എല്ലാവരുടെയും നിങ്ങൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം മാത്രമേ നിങ്ങൾക്കിപ്പോൾ അറിയുള്ളൂ. ഇങ്ങനെ പറ്റുന്നില്ല എന്നുള്ള ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കാം. നിങ്ങൾക്ക് വരവുകളും ചിലവുകളും നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഒരു അനിശ്ചിതമായ ഒരവസ്ഥ, സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ അറിയുന്നില്ല. നിങ്ങൾ സ്വയം തടവിലാക്കപ്പെട്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്കൊരു വഴി നിങ്ങളുടെ മുന്നിൽ തെളിയുന്നില്ല. നിങ്ങളത് നോക്കുന്നില്ല. സത്യത്തിൽ നിങ്ങൾ ആ കെട്ടഴിച്ച് നോക്കുന്നില്ല. സ്വയം മന്ദനായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെ ഒരു കാര്യങ്ങളും തിരിച്ചറിയുന്നില്ല. നിങ്ങൾ വഴി
നിങ്ങൾ നോക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് അറിയുന്നില്ല, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല, വളരെയധികം വിഷമിച്ചിട്ട് എന്താണ് മുന്നോട്ടുള്ള വഴി, നിന്ന് എന്ത് ചെയ്താലാണ് എനിക്ക് രക്ഷയാവുക എന്നൊന്നും അറിയാത്തൊരു ആ ഒരു ഇതിലേക്കാണ് നിങ്ങളിപ്പോൾ ഫ്യൂച്ചറിൽ പോകാൻ പോകുന്നത്. നിങ്ങളുടെ പുറത്തുള്ളവരെ നിങ്ങളെക്കുറിച്ച് വളരെ ഒരു ഈഗോ ഉള്ളൊരു പേഴ്സണായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ സംസാരത്തിനോ പെരുമാറ്റത്തിനോ നിങ്ങളൊരു വാല്യൂ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും ഒരു മൂല്യം കൊടുക്കുന്ന ഒരാളായിരിക്കില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ചുറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾക്ക് വളരെയധികം ഒരു ആഗ്രഹമുണ്ട്. എന്തോ ഒരു കാര്യം സംഭവം ഒരു ഇഷ്ടത്തോടെ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അത് തുടങ്ങണം എന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങളതിനൊരു ആഗ്രഹം ഉള്ളിലുണ്ടെന്നേ ഉള്ളൂ. അത് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ പക്ഷേ അതിനൊരു ഐഡിയ നിങ്ങൾക്ക് മുന്നിൽ രൂപപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങൾ എന്ത് തന്നെയായാലും അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്കുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അത് എത്രത്തോളം മുന്നോട്ട് ഇതാകും എന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് പണം സമ്പാദിക്കണം, നല്ലൊരു സെറ്റിലായിട്ട് ജീവിക്കണം, നല്ലൊരു ഇതിലായി ജീവിക്കണം. പക്ഷേ അതോടൊപ്പം നിങ്ങളുടെ കൂടെയുള്ളവരെയും അർഹതപ്പെട്ടവരെ നിങ്ങൾക്ക് സഹായിക്കുകയും വേണം. അവർക്ക് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ അവരെയൊക്കെ നോക്കണം. അങ്ങനെയൊക്കെ ഒരു ചിലപ്പോൾ ബന്ധുക്കളെ ആയിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളെ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, എല്ലാവരെയും അല്ല പുറത്തുള്ളവർ എന്തെങ്കിലും നമ്മുടെ ചാരിറ്റി പോലെ ചെയ്യാനായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാനത്തിൽ ഒരു വിഹിതം നിങ്ങളങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങളൊരു വരുമാന സ്രോതസ്സ് നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ ആ ഒരു ഇതിലേക്കാണ് നിങ്ങൾ ആഗ്രഹം നിങ്ങളുടെ കാണിക്കുന്നത്. നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഒരു ഇത് നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ ഒരുമിച്ച് പോകണം. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി നിങ്ങൾ ജീവിതത്തിൽ കൂട്ടണം. നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ സമാധാനത്തോടെ പോകണം. അങ്ങനെ ഒരു ഇതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. വേറെ അവിടെ മറ്റൊരു ചിന്തകളും ഇല്ല. നമുക്കൊരു കാർഡ് കൂടി നോക്കി നോക്കാം. നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആകെ കൂടി നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാൻ പറ്റുക എന്നുള്ള ഒറ്റൊരു കാർഡ് നോക്കി നോക്കാം. 4 ഓഫ് സോർഡ്സ് ആണ് ഇത്. നിങ്ങൾ ഒരുപാട് വേദനകളും വിഷമങ്ങളും സഹിച്ച് ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, വേദനകൾ സഹിക്കാൻ വയ്യ, ഇനി ഞാൻ ഇന്നൊക്കെ മാറിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ആളാണ്. ഒരു പക്ഷേ നിങ്ങൾ എല്ലാറ്റിനും ഇപ്പം തിരിഞ്ഞു നോക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം, എന്തായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായത്, ആ വേദനകൾ എന്തായിരുന്നു, വിഷമങ്ങൾ എന്തായിരുന്നു, ഇനി ഞാൻ വേദനകൾ സഹിക്കണോ എന്നുള്ള ഒരു ചിന്തയിലൂടെ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. ഈ വ്യക്തിക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ്, ഓറക്കിൾ മെസ്സേജ് എന്താണ് നോക്കാം. കിട്ടിയിരിക്കുന്നത് ലെയർ എന്നുള്ള ഒരു കാർഡാണ്. ബി കെയർഫുൾ ഓഫ് സം വൺ സ്നീക്കി. നിങ്ങളോട് ആരോ എന്തോ ഒരു വഞ്ചന ചെയ്യാനോ എന്തോ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കെയർഫുൾ ആയിരിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരു എനർജിയാണ് കണക്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.